നമ്മുടെ സോളിന്, ആത്മാവിന് ടൈമില്ല, അതിന് ആദിയില്ല, അന്തമില്ല. സൃഷ്ടാവ് സൃഷ്ടിച്ച എല്ലാരും ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വിട്ടെന്ന് പറഞ്ഞത്. എല്ലാരും ഒരുമിച്ച് കൂട്ടി. നമ്മളൊക്കെ ഒരു പ്രാവശ്യം കണ്ടുവന്നവരാണ്. നമ്മളെല്ലാരും ഒരു പ്രാവശ്യം കണ്ടുവന്നവരാണ്. ഇനി ഇത് അവസാനിക്കാനും പോകുന്നില്ല ഈ സോളിന്റെ യാത്ര. ആ ഒരു സ്റ്റേജിലേക്ക്, ആ ഒരു ശുദ്ധീകരിച്ച പ്യൂരിഫൈ ചെയ്ത സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും പ്രശ്നമാവില്ല. ആ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ നമ്മളിൽ ചെയ്യുന്ന പ്രോസസ്സിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എന്ന് പറയും. 10 മിനിറ്റ് 15 മിനിറ്റ്. ഒരു ചൂളയിൽ ലോഹത്തെ ഉരുക്കി, ആൽക്കമിസ്റ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം. ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ലോഹത്തെ ഇരുമ്പ് അല്ലെങ്കിൽ വെള്ളി പോലെയുള്ള സാധാരണ ഒരു ലോഹത്തെ ഉരുക്കി അതിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് ആൽക്കമിസ്റ്റിന്റെ ശ്രമം എന്ന് പറയുന്നത്. സത്യത്തിൽ ആൽക്കമിസ്റ്റ് ഒരിക്കലും ഒരു ലോഹത്തെ ഉരുക്കി സ്വർണ്ണാക്കാൻ കഴിയില്ല, അല്ലെ? ഒരിക്കലും വേറൊരു ലോഹത്തെ ഉരുക്കി സ്വർണ്ണാക്കാൻ കഴിയില്ല. പക്ഷെ യഥാർത്ഥ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ ജീവിതമാകുന്ന ഈ ലോഹത്തെ ഉരുക്കി സ്വർണമാക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയാണ് നമ്മൾ രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്. ഇതിന് നിങ്ങൾക്കൊരു മാധ്യമം വേണം, പോവാൻ ഒരു ആന്റിന വേണം. ആ ആന്റിനയാണ് ഞാൻ. ആന്റിന മാത്രമാണ് ഞാൻ. നിങ്ങളെ അങ്ങോട്ട് നയിക്കുന്ന, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ജീവി ആകുന്ന നിങ്ങളെ ആ കണക്ടിവിറ്റിയിലേക്ക്, ഈ പ്യൂരിഫിക്കേഷൻ എന്ന പ്രോസസ്സിലെ കണക്ടിവിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു ആന്റിന കണക്ട് ആയി കഴിഞ്ഞാൽ എല്ലാം കണക്ട് ആയി. അത് കണക്ട് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഹങ്കാരം പൂർണ്ണമായിട്ടും നിങ്ങൾ ഉപേക്ഷിക്കണം. വീട്ടുകാരോട് നന്നായിട്ട് പെരുമാറും, നല്ല രീതിയിൽ പെരുമാറും, നല്ല രീതിയിൽ എല്ലാവരോടും എല്ലാ മനുഷ്യരോടും. ഇനി ഒരു മനുഷ്യനെ നിങ്ങൾ കാണുമ്പോൾ ഒരു ചരിത്രം പേടി, ഒരു കഥ പേറി നടന്നു പോകുന്ന ഒരു സോളാണ് അത്. ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ ചെറുപ്പം മുതൽ അനുഭവിച്ച, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച, എവിടെ നിന്നോ മറക്കാൻ പറ്റാത്ത ഒരു ട്രോമ അനുഭവിച്ച, അതുകൊണ്ടാണ് അയാൾ ദേഷ്യപ്പെടുന്നത്. നിങ്ങളുടെ ഭർത്താവ് മോശക്കാരനാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യ മോശമാണെങ്കിൽ, അവരുടെ ജീവിതത്തിൽ ആ ആത്മാവ് അനുഭവിച്ച ഏതോ ജീവിതത്തിന്റെ ഏതോ ഒരു ഘട്ടത്തിൽ അനുഭവിച്ച വിഷമകരമായ, ദുഃഖകരമായ ഒരു മുറിവ് ആണ് അവരെ ദേഷ്യപ്പെടാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങളെ മുന്നോട്ട് പോകണമെന്നല്ല, ചിലപ്പോ പിരിയേണ്ടി വരും, ചിലപ്പോ യോജിക്കേണ്ടവർ യോജിക്കേണ്ടി വരും. പക്ഷെ അവരെ അപ്പോഴേ പിരിയുമ്പോഴും യോജിക്കുമ്പോഴും അല്ലാത്തപ്പോഴും എപ്പോഴും നിങ്ങൾ അവരെ കാണേണ്ടത് ഒരു സോളായിട്ടാണ്. ഒരു ചരിത്രം പേറുന്ന, ഒരു കഥ പേറുന്ന ഒരു സോൾ, ഒരു കഥ പേറുന്ന ഒരു ആത്മാവ്. എല്ലാവർക്കും ഉണ്ടാവും അവരുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു വൂണ്ട്. ആ വൂണ്ടിലൂടെയാണ് പ്രകാശം വരുന്നത്. അവരൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും തേടുന്നത് പോലെ അവരും തേടുകയാണ്.